ഗോകുൽ VS ഉണ്ട്. അവിടെ ഗോകുൽ കളക്ടർ നേരത്തെ ഗോകുൽ അടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു. പക്ഷേ മരണസംഖ്യ കളക്ടർ പറഞ്ഞതിനും അപ്പുറത്താണ്, 9 മരണമായിരിക്കുന്നു. ഇപ്പോൾ എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന, ഗോകുലിന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇപ്പോൾ നമുക്ക് ഒരു ആംബുലൻസ് കൂടി ഇവിടെ നിന്ന് പോകുന്നു എന്നുള്ളതാണ്. അതായത് ഒരാളെ കൂടി അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തെയും കൊണ്ടുപോകുന്നുണ്ട്. ഏതായാലും ഈ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ കണ്ടിട്ട് നമുക്ക് നോക്കുമ്പോൾ ഒരിക്കലും ആശ്വാസകരമായ ഒരു വാർത്തയല്ല വരാനിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം അത്രമാത്രം കാണുമ്പോൾ അത്ര വലിയ ആശങ്ക ഉണർത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നതും. ഇപ്പോൾ കുറച്ചുകൂടി അടുത്തേക്ക് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ പോകാൻ കഴിയുന്നുണ്ട്. കാരണം കുറച്ച് സമയമായി വലിയ സ്ഫോടക ശബ്ദങ്ങൾ അല്ലെങ്കിൽ വലിയ കുഴിമിന്നലിൻ്റെ ശബ്ദം ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ അത് പൊട്ടുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യമുള്ളത്. കുറച്ച് നേരമായി അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അടുത്തേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് എത്തി അവിടേക്ക് കുറച്ചുകൂടി ആ ഒരു സ്ഫോടനം നടന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ തീ അണച്ച് കാര്യങ്ങൾ നോക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. കളക്ടർ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ടവരും 23 പേർ പരിക്ക് പറ്റി ചികിത്സയിലുണ്ട്. 5 പേരുടെ നില ഗുരുതരമാണെന്നാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ വന്നപ്പോൾ 2 പേരെ കൂടി ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനുകൾ ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് അവരെത്തിക്കുന്നതോടുകൂടി തന്നെ അറിയാനും കഴിയും. ഏതായാലും വലിയ ആശങ്ക ഉണർത്തുന്ന കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ 5 കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. ആ കെട്ടിടത്തിൻ്റെ ഒരു പൊടി പോലും ഇപ്പോൾ കണ്ടുപിടിക്കാനില്ല എന്നുള്ളതാണ്. ആകെപ്പാടെയുള്ള ഒരു ചെറിയ ഒരു കെട്ടിടം മാത്രമുണ്ട്. അവിടെ മരുന്നുകൾ സൂക്ഷിച്ച ഒരു കെട്ടിടം മാത്രമുണ്ട്. ബാക്കി 5 കെട്ടിടങ്ങളോളം കാണാനില്ല. അങ്ങനെ ഒരു കെട്ടിടം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഇനി പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ആ രീതിയിൽ തകർന്നു തരിപ്പണമായി എന്നുള്ളതാണ് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഒരു വലിയ ആഘാതം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതറിയാം. സമീപത്ത് ഒരു 200 മീറ്റർ അകലെയുള്ള വീടാണ്. ആ വീടിൻ്റെ മേൽക്കൂരയ്ക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളത് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അത്ര വലിയ ഒരു സ്ഫോടനം തന്നെയാണ് ഉണ്ടായത്. ഇപ്പോൾ ആളുകളെയൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്ന പല ആളുകളെയൊക്കെ ഒരു സുരക്ഷിത അകലത്തിൽ നിൽക്കാനാണ് പോലീസ് ആവശ്യപ്പെട്ട് അവിടേക്കാണ് നിർത്തുന്നത്. അങ്ങനെ ഒരു സുരക്ഷ പാലിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം അതോടൊപ്പം തന്നെ നടത്തുന്നുണ്ട്. ഫയർഫോഴ്സിനൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ അവിടേക്ക് എത്താൻ വലിയ പ്രയാസം നേരിട്ടിരുന്നു. എങ്കിൽ ഇപ്പോൾ അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഫയർഫോഴ്സിന് കുറച്ച് കൂടി അടുത്തേക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടേക്ക് എത്തി ആളുകളെ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഉണ്ടായിരുന്ന 2 പേരെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നൊക്കെ തന്നെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി ആശ്വാസകരമായി അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുന്നുണ്ട്. അവിടെ ആരെങ്കിലും പെട്ടുകിടക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു നിരീക്ഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നും നടത്തുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവിടെ പെട്ട് കിടക്കുന്ന ആളുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ഈ ആളുകൾക്ക് അവിടേക്ക് എത്തി അല്ലെങ്കിൽ ഈ രീതിയിൽ അവിടെയുള്ളവരെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ പുക ഉയരുന്ന രീതിയിലായിരിക്കും കാണുക, അല്ലെങ്കിൽ വലിയ തീ കാണില്ല. പക്ഷേ അടുത്തേക്ക് ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ വളരെ പെട്ടെന്ന് വല്ല കുഴിമിന്നലോ അല്ലെങ്കിൽ ഗുണ്ടോ ഒക്കെ തന്നെ പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇങ്ങനൊരു സ്ഥലത്ത് അത് വിശ്വസിച്ച് അവിടേക്ക് എത്താൻ പറ്റില്ല. അത് വളരെ അപകടം പിടിച്ചതാണ്. ആളുകളെ അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ജീവനക്കാരെയൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇത് ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ പ്രദേശം എത്രത്തോളം ഭയാനകമായ ഭീതിതമായ അന്തരീക്ഷത്തിലേക്ക് മാറി എന്നത് ആകാശ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. സ്ഫോടനം അത്രമേൽ ഉഗ്രമായിരുന്നു, ജീവനെടുക്കുന്ന സ്ഫോടനമായിരുന്നു. വലിയൊരു ദുരന്തമാണ് തൃശ്ശൂരിൽ സംഭവിച്ചത്, മുണ്ടത്തിക്കോട് സംഭവിച്ചത്. തൃശ്ശൂർ പൂരം എന്ന വലിയ ആഘോഷത്തിൻ്റെ ഭാഗമായി വെടിപ്പുരകൾ ഒരുക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടായത്. ആ ദൃശ്യങ്ങളിൽ തന്നെ ആ പ്രദേശം എത്രത്തോളം വലിയ ആഘാതത്തിലായി എന്നത് വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ 9 മരണങ്ങൾ സ്ഥിരീകരിക്കുകയാണ്. ആ പ്രദേശത്തേക്ക് എത്താൻ തന്നെ വലിയ സമയമെടുത്ത് ഇപ്പോഴും പരിപൂർണമായി എവിടേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ അവിടെ എത്തിയില്ല എന്ന് വേണം പറയാൻ. അത്രമേൽ ഭയാനകമായ അന്തരീക്ഷത്തിലേക്ക് ഇപ്പോൾ എത്തുകയാണ് ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. വളരെ ഒറ്റപ്പെട്ടൊരു മേഖലയായിരുന്നു. വയലേലകളുള്ള സ്ഥലമാണ്, തെങ്ങിൻ തോപ്പുകളുള്ള സ്ഥലമാണ്. അവിടെയാണ് സാധാരണ നിലയിൽ കുറേ വർഷങ്ങളായി ഈ പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ അവസാനവട്ട ഒരുക്കങ്ങളും നടത്തുന്നത്. അവിടെ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ തീ കത്തിപ്പടരുന്ന നമ്മൾ കാണുന്നുണ്ട്. വയലേലകളും തെങ്ങിൻ തോപ്പുകളും കത്തി നശിച്ചത് നമ്മൾ കാണുന്നുണ്ട്. അത്രമേൽ വലിയ ഭയാനകമായ സ്ഫോടനം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ സാഹചര്യം എന്താണ് എന്നത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. 9 പേർക്ക് ജീവൻ നഷ്ടമായി എന്ന വലിയ ദുരന്തത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. മുണ്ടത്തിക്കോട് നിന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.